എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു. ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം നമ്മുടെ ക്ലാസ്സുകൾ ആരംഭിക്കാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങളുടെ വിലയേറിയ സപ്പോർട്ടുകൾ വീണ്ടും പ്രതീക്ഷിക്കുന്നു. സത്യം പറഞ്ഞാൽ കൊറോണ പാൻഡമിക്കിന് ശേഷം കാര്യമായൊരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടില്ല എന്ന് എനിക്കറിയാം. നമ്മുടെ ചാനലിലെ പ്രേക്ഷകർ ഒരുപാട് എനിക്കും നിങ്ങൾക്കും മിസ്സായിട്ടുണ്ട്. ചില പ്രൊജക്റ്റുകൾ കംപ്ലീറ്റ് ചെയ്യേണ്ടതുകൊണ്ട് തന്നെ ഞാൻ അല്പം മാറി നിൽക്കുകയാണ് ഉണ്ടായത്. ഓക്കെ, ഇനി മാക്സിമം നമുക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ മാക്സിമം ഞാൻ ട്രൈ ചെയ്യാം. ഇന്ന് ഒരു തുടക്കം എന്ന നിലയ്ക്ക് ഞാനൊരു സബ്ജക്റ്റ് സെലക്ട് ചെയ്തതാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സബ്ജക്റ്റ് നിങ്ങൾക്ക് കമൻറ്റിലൂടെ അറിയിക്കാം. ഏത് സബ്ജക്റ്റിനെ കുറിച്ചാണ് നമുക്ക് ഇനി തുടർന്നുള്ള ക്ലാസ്സുകൾ നടത്തേണ്ടത് എന്ന് നിങ്ങൾക്ക് കമൻറ്റിലൂടെ അറിയിക്കാം. നമ്മൾ ഇന്ന് സെലക്ട് ചെയ്തിട്ടുള്ളത് ഗൂഗിൾ ഷീറ്റാണ്. ഗൂഗിൾ ഷീറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഇറ്റ്സ് ലൈക്ക് എ വെബ് ആപ്ലിക്കേഷൻ. ഒരു വെബ്സൈറ്റ് ആപ്ലിക്കേഷൻ പോലെയാണ് അതിൻ്റെ ഡിസൈൻ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഒരുപാട് സവിശേഷതകൾ ഇതിലുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഇത് MS എക്സലിനെ ഒരു വെബ്സൈറ്റ് ആക്കിയതുപോലെയാണ് അതിൻ്റെ ഡിസൈൻ. എന്നാൽ MS എക്സലിനേക്കാളും വളരെ അഡ്വാൻസായിട്ട് ഇത് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കറിയാം, ഗൂഗിളാണ് ഇതിൻ്റെ പിന്നെ പ്രവർത്തിക്കുന്നത്. അപ്പോൾ എത്രമാത്രം അഡ്വാൻസ്ഡ് ആയിരിക്കുമെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം. വളരെ ഉപയോഗമുള്ള ഒരു ആപ്ലിക്കേഷനാണ്. നമ്മളെല്ലാവരും പഠിച്ചിരിക്കേണ്ട ഒരു ആപ്ലിക്കേഷൻ കൂടിയാണിത്. അപ്പോൾ നിങ്ങളിൽ പലരും മുമ്പ് ഈ വിഷയത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടാവാം, പലരും ഇത് ഉപയോഗിക്കുന്നവരും ഉണ്ടാവാം. എന്നാൽ നമ്മുടെ തുടക്കക്കാരെ പരിഗണിച്ചുകൊണ്ട് തന്നെ ബേസിക് ടു അഡ്വാൻസ് എന്ന രീതിയിലാണ് എൻ്റെ എല്ലാ ക്ലാസ്സുകളും സാധാരണ നടത്താറുള്ളത്. അതുപോലെ തന്നെയാണ് നമ്മുടെ ഈ ക്ലാസ്സുകളും പോകുന്നത്. ഈ ക്ലാസ്സുകൾ നടക്കുന്നതോടുകൂടെ തന്നെ നിങ്ങൾക്ക് നമ്മൾ മുൻകഴിഞ്ഞ അഡ്വാൻസ് എക്സൽ VBA കോഴ്സുകളിൽ ഒരു സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. മാക്സിമം ഞാൻ മറുപടി പറയാൻ ശ്രമിക്കാം. ഓക്കെ, എന്നാൽ നമുക്ക് ഗൂഗിൾ ഷീറ്റിൻ്റെ പ്രത്യേകതകൾ നമുക്കൊന്ന് നോക്കാം. നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് പോലെ തന്നെ യു ക്യാൻ യൂസ് ഇറ്റ് എനിവെയർ. ദാറ്റ് മീൻസ് അതിൻ്റെ പോർട്ടബിലിറ്റിയാണ് സൂചിപ്പിക്കുന്നത്. എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു MS എക്സൽ ആപ്ലിക്കേഷൻ ഉപയോഗിക്കണമെങ്കിൽ ഒന്നുകിൽ കമ്പ്യൂട്ടറോ അല്ലെങ്കിൽ ലാപ്ടോപ്പോ തുടങ്ങിയ ഡിവൈസുകൾ നമുക്ക് ആവശ്യമുണ്ട്. എന്നാൽ ഗൂഗിൾ ഷീറ്റ് എന്ന ആപ്ലിക്കേഷൻ ഉപയോഗിക്കണമെങ്കിൽ ഇതുപോലുള്ള വലിയ ഡിവൈസുകളുടെ ആവശ്യമില്ല. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ആൻഡ്രോയിഡ് ഫോണിൽ വരെ നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ ഉപയോഗിക്കാൻ കഴിയുമെന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പോർട്ടബിലിറ്റി എന്നുള്ളത് വലിയ ഒരു പ്രത്യേകതയാണ്. കാരണം ഇന്ന് ആളുകൾക്ക് കമ്പ്യൂട്ടറുകൾ ഉപയോഗിക്കാൻ സമയം കിട്ടാറില്ല. കാരണം അതൊരു വലിയ ഡിവൈസിനെ ഹാൻഡിൽ ചെയ്യാൻ അതുകൊണ്ട് തന്നെ ആളുകളെല്ലാം ചുരുങ്ങി ചെറിയ ഡിവൈസുകളിലേക്ക് ഒതുങ്ങിയതുകൊണ്ട് തന്നെ ഏറ്റവും പോർട്ടബിലിറ്റി എന്ന ഒരു വലിയ പ്രത്യേകത നമ്മുടെ ഗൂഗിൾ ഷീറ്റിലുണ്ട്. അതുപോലെ തന്നെ ഇറ്റ് ഹാസ് ഹൺഡ്രഡ്സ് ഓഫ് ഫങ്ഷൻസ് യു ക്യാൻ യൂസ് ടു സ്പീഡ് അപ്പ് യുവർ വർക്ക്. അതുപോലെ തന്നെ ഇറ്റ് ഹാസ് ഹൺഡ്രഡ്സ് ഓഫ് ഫങ്ഷൻ യു ക്യാൻ യൂസ് ടു സ്പീഡ് അപ്പ് ഓഫ് യുവർ വർക്ക്. നമ്മൾ എക്സലിൽ പഠിച്ചതുപോലെ തന്നെ ഒരുപാട് ഫങ്ഷൻസ് ഇതിൽ നമ്മൾ പഠിക്കാനുണ്ട്. ലൈക്ക് ഫോർമുല പോലെ നമുക്ക് ഇതിൽ ഒരുപാട് പഠിക്കാനുണ്ട്. എന്നാൽ ഫോർമുലയല്ല, കുറച്ചും കൂടി അഡ്വാൻസ് ലെവലായിട്ട് നമുക്ക് ഗൂഗിൾ ഷീറ്റിൽ പഠിക്കാനുണ്ട്. ഓക്കെ, ഇറ്റ്സ് എ ടു ട്രാക്ക് യുവർ ഫൈനാൻസ്. ലൈക്ക് ജസ്റ്റ് ഒരു പോയിൻ്റ് ആഡ് ചെയ്തു എന്നുള്ളൂ.
It's less, it lets you to track your finance. ഇത് ജസ്റ്റ് ഒരു പോയിൻ്റ് ആഡ് ചെയ്തു എന്നുള്ളൂ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് അല്ല. നമുക്ക് ഏത് ആപ്ലിക്കേഷൻ നമുക്ക് ഏത് ഉപയോഗിച്ച് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ്, യു ക്യാൻ യൂസ് ഇറ്റ് ടു കളക്ട് ഡാറ്റ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇത് നമുക്ക് ഒരു ബാക്ക് എൻഡ് ആപ്ലിക്കേഷനായി യൂസ് ചെയ്യാൻ പറ്റും. നമുക്കറിയാം, ഒരു സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് ഫ്രണ്ട് എൻഡും ബാക്ക് എൻഡും കൂടിയ ഒരു ആപ്ലിക്കേഷനാണ് ഒരു സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. അപ്പോൾ MS Excelൽ മൈക്രോസോഫ്റ്റ് എക്സലിൽ MS Excelനെ നമുക്ക് ഇതുപോലെ ഉപയോഗിക്കാമെങ്കിലും വെബ്സൈറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഏത് ഡിവൈസിൽ നിന്നും നമുക്ക് ഡാറ്റ സ്റ്റോർ ചെയ്യാനും അതുപോലെ വിഡ്രോ ചെയ്യാനും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഏത് ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നമുക്ക് ഇത് ഡാറ്റ വിഡ്രോ ചെയ്യാനും ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഏത് ഡിവൈസ് ഉപയോഗിച്ചും നമുക്ക് ഡാറ്റ കളക്ട് ചെയ്യാനും അതുപോലെ തന്നെ ഡാറ്റ വിഡ്രോ ചെയ്യാനും നമുക്ക് കഴിയും. അതുകൊണ്ട് തന്നെ ഒരു ബാക്ക് എൻഡ് ആപ്ലിക്കേഷനായിട്ട് നമുക്കിത് ഉപയോഗിക്കാൻ കഴിയും. അതുപോലെ തന്നെ ഒരുപാട് ഇറ്റ് ഹെൽപ്പ് യു ടു വിഷ്വലൈസ് ഇൻഫർമേഷൻ. ഒരു വിഷ്വലൈസേഷൻ ഒരുപാട് നമ്മൾ കൂടുതൽ ഡീറ്റെയിൽ എടുത്ത ശേഷം വരുന്നുണ്ട്. നമുക്ക് ഗ്രാഫിക്കൽ പ്രസൻറ്റേഷൻ MS Excelലുള്ളതുപോലെ തന്നെ ഒരുപാട് ചാർട്ടുകളും ഒരുപാട് ഇൻഫർമേഷൻസ് തരുന്ന ഒരുപാട് ചാർട്ടുകളും അതുപോലെ കുറച്ച് വിഷ്വലൈസേഷൻസ് ഇതിൽ വരുന്നുണ്ട്. ശേഷം നമുക്ക് പഠിക്കാം. അതുപോലെ തന്നെ ഇതാണ് നമ്മൾ അഡ്വാൻസ് ലെവലിൽ പോകാനുള്ളത്. ഇറ്റ്സ് ലെറ്റ്സ് യു ടു റൈറ്റ് കോഡ് ടു ഓട്ടോമേറ്റ് യുവർ വർക്ക്. നമ്മൾ എക്സൽ VBA നമ്മൾ എങ്ങനെയാണോ കണ്ടത് അതുപോലെ നമുക്കിതിൽ കോഡുകൾ ആഡ് ചെയ്തുകൊണ്ട്, പ്രത്യേകിച്ചും SQL സെർവറിൻ്റെ കോഡുകൾ നമുക്ക് ആഡ് ചെയ്തുകൊണ്ട് തന്നെ ഒരുപാട് ഹൈലി കോംപ്ലിക്കേറ്റഡായ ജോബുകൾ നമുക്ക് ഈസി ആയിട്ട് ഇതിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ കഴിയും. അതുപോലെ തന്നെ നെക്സ്റ്റ് ഇറ്റ്സ് ലെറ്റ്സ് യു ടു ഇൻസ്റ്റാൾ ആൻഡ് യൂസ് ആഡ്-ഓൺസ്. ആഡ്-ഓൺ പ്ലഗിൻസുകൾ ഇതിനോട് ചേർത്ത് നമുക്ക് ഈ ആപ്ലിക്കേഷനിൽ ഉപയോഗിക്കാൻ കഴിയും. ഞാൻ കൂടുതൽ കോംപ്ലിക്കേറ്റഡായി ഞാൻ കൂടുതൽ കോംപ്ലിക്കേറ്റഡായി നമ്മുടെ സബ്ജക്റ്റ് നീട്ടിക്കൊണ്ടു പോകുന്നില്ല. ശേഷം നമ്മൾ 1 by 1 പഠിക്കുമ്പോൾ നമുക്കെല്ലാം മനസ്സിലാകും. ഓക്കെ, നമ്മളൊരു തുടക്കം എന്ന നിലയ്ക്കാണ് നമ്മുടെ ഈ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. ശേഷം നമുക്ക് അഡ്വാൻസ് വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.